നമ്മൾ PSC എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ എക്സാം കൂടി വന്നിട്ടുണ്ട്. അതിനെല്ലാം കൂടെ നമ്മൾ ഫാർമസിസ്റ്റ് MCQ ആണ് നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുന്നത്. ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ 61ാമത്തെ ക്വസ്റ്റ്യൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് ഡയോററ്റിക് ആയിട്ട് ജിൻസങ്, മസ്റ്റാർഡ്, ജിങ്കോ, ഗോക്രോ. ഇതിൽ ഗോക്രോ ആണ് ഏതാണ് ഡയോററ്റിക് ആയിട്ട് യൂസ് ചെയ്യുക. ഗോക്രോൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂസാണ് ഡയോററ്റിക്. അടുത്ത ടിഷ്യൂ അമീൻ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്ലാന്റ്സ്, ആനിമൽ ആൻഡ് ദ വിനോം ഓഫ് ബീസ് ആൻഡ് വാസ്പ്സ്. അത് ഏത് ടിഷ്യൂ അമീനാണ് പ്ലാന്റ്സ് ആനിമൽസ് ഉള്ളത്? അത് ടിഷ്യൂ അമീൻസ്, അതിൻ്റെ പേരാണ്. അത് സിറോട്ടോണിൻ, തൈറാമിൻ, ഹിസ്റ്റാമിൻ, അഡ്രിനാലിൻ. എന്തായാലും സിറോട്ടോണിൻ അല്ല, തൈറാമിൻ അല്ല, അഡ്രിനാലിൻ അല്ല. ഹിസ്റ്റാമിനാണ് ടിഷ്യൂ അമീൻ. പേര് തന്നെ ഉണ്ട് ഹിസ്റ്റാമിൻ. അത് എന്താണ് ടിഷ്യൂ അമീനാണ്. അത് എന്തിലുണ്ട്? പ്ലാന്റ്സിലുണ്ട് കേട്ടോ ഹിസ്റ്റാമിന്. അനിമൽസിൽ മാത്രം വിചാരിക്കേണ്ട, പ്ലാന്റ്സിലും ഉണ്ട് ഹിസ്റ്റാമിൻ. അടുത്തത് ദ ഇൻഡക്ഷൻ ഓഫ് റീനൽ ഫങ്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഇൻഡിക്കേഷൻ ഓഫ് റീനൽ ഫങ്ഷൻ. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കാണാൻ വേണ്ടി ഇതിൽ ഏതാണ് ചോദിച്ചത്? സിറം യൂറിയ, അതല്ല. സിറം ആൽക്കലൈൻ ഫോസ്ഫേറ്റസ് അല്ല. ബ്ലഡ് യൂറിയ നൈട്രജൻ അല്ല. സിറം ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ ഒരു പ്രധാനപ്പെട്ട വാല്യൂ ആണ്, റീനൽ ഫങ്ഷൻ്റെ ഇൻഡിക്കേഷനാണ് അത്. അടുത്ത ഇൻഅഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ ടു എ പാർട്ട് ഓഫ് ദ ബോഡി സെക്കൻഡറി ടു കൺസ്ട്രക്ഷൻ ഓർ ബ്ലോക്കേജ് ഓഫ് ദ സപ്ലൈങ് ആർട്ടറി. അപ്പോൾ ഇൻഅഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ ശരിക്ക് പോകാത്തിലുണ്ടായിരുന്നാൽ സെക്കൻഡറി ബോഡി സെക്കൻഡറി ടു കൺസ്ട്രക്ഷൻ ടു അല്ലെങ്കിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നത്. അതിനാണ് പറയുന്നത്. അത് ഇൻഫ്രാക്ഷൻ അല്ല, ഇഷ്കീമിയാണ് ഒരു ബ്ലഡ് ഫ്ലോ, ഇൻഅഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോനെ നമ്മൾ ആർട്ടറിയിലേക്കുള്ള അതിൽ നമ്മൾ ഇഷ്കീമിയ എന്നാണ് പറയുന്നത്. അടുത്തത് വിച്ച് among the following is an analytical agency constituted for efficient administration of D&C Act. D&C ആക്ടിൻ്റെ എഫിഷ്യൻ്റ് റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ളത് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയാണ് കൺട്രോളിങ് അതോറിറ്റി അല്ല, DTAB അല്ല, ഡ്രഗ് കൺസ്റ്റിറ്റ്യൂട്ട് അക്കാഡമിക് അല്ല. ഓപ്ഷൻ എ ആണ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയാണ്. CDL ആണ് ഒരു അനലിറ്റിക്കൽ ഏജൻസിയാണ് എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷൻ D&C ആക്ടിൻ്റെ. അടുത്ത് ടോക്സോയിഡ് വാക്സിൻ. ടോക്സോയിഡാണ്, ടോക്സോയിഡ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചൊക്കെ എപ്പോൾ ചോദിക്കാറുണ്ട്. ടോക്സോയിഡ് എന്ന് പറഞ്ഞാൽ ഡീടോക്സിക്കേറ്റഡ് എൻഡോടോക്സിൻ അല്ല, ഡീടോക്സിക്കേറ്റഡ് സെല്ലുലാർ ഫ്രാക്ഷൻ അല്ല, ഡീടോക്സിക്കേറ്റഡ് എക്സോടോക്സിൻ. ഡീടോക്സിഫിക്കേഷൻ നടത്തിയിട്ടുള്ള എക്സോടോക്സിനെയാണ് നമ്മൾ ടോക്സോയിഡ് എന്ന് പറയുന്നത്. എക്സിലും ടോക്സോയിഡിലൊരു എക്സ് ഉണ്ട്, എക്സോടോക്സിലൊരു എക്സ് ഉണ്ട്. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. ടോക്സോയിഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ എക്സോടോക്സിനാണ്, ഡീടോക്സിഫിക്കേറ്റഡ് എക്സോടോക്സിനാണ്. ഓപ്ഷൻ സി. അടുത്തത് ദ ഡിഫറൻസ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് നൈട്രജൻ ബോത്ത് ബീങ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗ്രാംസ് ഇൻ പെർ ഡേ ഈസ്. അത് ഡിഫറൻസ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഇൻടേക്ക് ആൻഡ് ഔട്ട്ടേക്ക്. അത് ബ്ലഡ് യൂറിയ നൈട്രജൻ അല്ല, നോൺ നൈട്രജൻ പ്രോട്ടീൻ അല്ല, പ്രോട്ടീൻ നൈട്രജൻ അല്ല, നൈട്രജൻ ബാലൻസിലാണ് നമ്മളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് നൈട്രജൻ. അപ്പോൾ നൈട്രജൻ്റെ ഒരു ഇൻടേക്കും ഔട്ട്പുട്ട് അതിനൊക്കെ നൈട്രജൻ ബാലൻസ് നമ്മൾ പറയുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി. എപ്പോഴും ചോദിക്കും, പ്രൈമറി ചോദിക്കും, സെക്കൻഡറി ചോദിക്കും. ഇവിടെ ഇനി ചോദിക്കുന്നത് സെക്കൻഡറി എൻട്രിയാണ്. ക്യാഷ് ബുക്ക് അല്ല, 2 കോളം ക്യാഷ് ബുക്ക്, അതും ക്യാഷ് ബുക്ക് തന്നെ അല്ല. ലെഡ്ജർ, യെസ്, ലെഡ്ജറാണ് സെക്കൻഡറി എൻട്രി എന്ന് പറയുന്നത്. ജേർണൽ എന്ന് പറഞ്ഞാൽ പ്രൈമറി എൻട്രിയാണ്. അപ്പോൾ ഓപ്ഷൻ സി, ലെഡ്ജർ ഒരു സെക്കൻഡറി എൻട്രിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജേർണലിലേക്ക് ഇത് എഴുതും, പിന്നീടാണ് ജേർണലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ലെഡ്ജറിലേക്ക്. അപ്പം സെക്കൻഡറി എൻട്രി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡെഫിഷ്യൻ്റ് ഇൻ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. വൈറ്റമിൻ ഡി ഇല്ലാത്ത സാധനം എന്ന് വെച്ചാൽ കോഡ് ലിവർ ഓയിലുണ്ട്, ഹാലിബട്ട് ഓയിലുണ്ട്, എഗ്ഗിലുണ്ട്, പക്ഷേ ഷാർക്ക് ലിവർ ഓയിൽ ഇല്ല. ഷാർക്ക് ലിവർ ഓയിൽ നമുക്ക് വൈറ്റമിൻ എ ആണുള്ളത്, ഡി ഇല്ല. അപ്പോൾ ഓക്കെ, നമുക്ക് കൺഫ്യൂസ് ആവും ഏതിലാണ് വൈറ്റമിൻ ഡി ഇല്ലാത്തത്. അതിലെ ഷാർക്ക് ലിവർ ഓയിൽ. ഷാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷ് ആലോചിച്ചാൽ മതി. ഫിഷിൽ നമുക്ക് വൈറ്റമിൻ എ മാത്രമേ കിട്ടുള്ളൂ, ഡി കിട്ടില്ല. ഓക്കെ, അടുത്തത്
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഫുള്ളി ഹ്യൂമൻ ഒറിജിൻ? ഇതാണ് മോണോക്ലോണൽ ഫുള്ളി, അത് അഡാലിമുമാബാണ് ഫുള്ളി ഹ്യൂമൻ ഒറിജിൻ ആയിട്ടുള്ളത്, ഹ്യൂമൻ ഒറിജിൻ. അപ്പോൾ ഇത്രയും മതി. നിങ്ങൾക്ക് ഡെയിലി കുറച്ച് ചെയ്തു പോവാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.